ഞാൻ ആക്ച്വലി ഒരു ഓഡിഷൻ നടത്തിയപ്പോൾ ഇവരിങ്ങനെ ഒരു 60-70 ആളുകൾ ഇവിടെ സ്റ്റുഡിയോയിൽ ഓഡീഷന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ ഓഡീഷന് വേണ്ടി ആളുകളെ വിളിച്ചപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന രീതിയിൽ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് പോകുന്ന ആളുകളെ വിളിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അവർക്ക് സിനിമയിൽ അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വന്ന് നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അവർ ചിലപ്പോൾ ഒരു പാസിങ്ങിനായിരിക്കും പോയിട്ടുണ്ടാവുക, ചിലപ്പോൾ ഒരു ദിവസം അവർ ഷോട്ട് എടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ സിനിമ കാണുമ്പോൾ ഇവരുടെ മുഖം വന്നിട്ടുണ്ടാവില്ല. കാരണം അവരുടെ ജോലി അതിൻ്റെ ആംബിയൻസ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പുറകിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവരൊരു ജോലിയായിട്ട് അതിനെ കാണുന്നു, അവർ വരുന്നു. അങ്ങനെ ഈ ബേബി എന്ന് പറയുന്ന ആളും മേരി, അവരുടെ ഒറിജിനൽ പേരും അത് തന്നെയാണ്. 2 പേരും 8 വർഷത്തോളം സിനിമയിൽ ആക്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. 10-100 സിനിമകളിൽ ആക്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് അവർ 2 പേരും. അപ്പോൾ അവർക്കറിയാം ഈ സിനിമയിൽ ഇങ്ങനെയാണ്. സിനിമയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഒരു മുഖം ചിലപ്പോൾ കണ്ടാലായി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അവർക്ക്. അപ്പോൾ അവർക്ക് എന്ത് കിട്ടിയാലും അവരുടെ മുഖം ഒന്ന് കറക്റ്റായിട്ട് ക്ലോസപ്പ് വന്നാൽ അവർ ഹാപ്പി ആയിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ മാത്രമല്ല അവർക്ക് നല്ല ക്ഷമയുണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അവരെ നോക്കിയത്. അപ്പോൾ ആ കൂടെ ഒരു പെർഫോം ചെയ്യിപ്പിച്ച് നോക്കിയപ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ രാവിലെ തുടങ്ങിയ ഒരു ഓഡീഷൻ്റെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തിരക്കുള്ളവർക്ക് വേണമെങ്കിൽ പോകാം, ഉച്ചയായി, ഇത്രയും സമയം ഇത്രയും ആളുകൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ പേര് മാത്രം ചോദിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ തിരക്കുണ്ടെങ്കിൽ, അല്ല ഞാൻ വിശദമായിട്ട് എല്ലാവരും കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചിട്ട് നോക്കാം, പക്ഷേ അതിന് സമയമെടുക്കും. ആ സമയം നിങ്ങൾക്ക് ക്ഷമിച്ച് നിൽക്കാൻ പറ്റുവാണെങ്കിൽ ഓരോരുത്തരെയും ഡീറ്റെയിൽ ആയിട്ട് ഓഡിഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, സാറിന് ഞങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്താൽ മതി, സാറ് സമയമെടുത്ത് ചെയ്തു, ഞങ്ങൾക്കിത് നല്ല ശീലമുണ്ട്, ഞങ്ങൾ നിന്നോളാമെന്നുണ്ട്. അങ്ങനെ വളരെ ക്ഷമയോടുകൂടി 70 ആളുകളോളം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഒരു ഓരോരുത്തരെ എടുക്കുന്ന. അപ്പോൾ അവർക്ക് ഹാപ്പിനെസ്സാണ്, കണ്ടോ, അത്രയും നമ്മളത് നോക്കുന്നുണ്ട്, കെയർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പലരും ഒരു ഡയലോഗ് പോലും പറയാത്ത ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ള നല്ല ടൈമിംഗ് ഉള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അതിനകത്ത് എനിക്ക് കൗതുകം തോന്നിയവരെയൊക്കെയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. ഞാൻ ബേബിയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഓഡീഷൻ്റെ സമയത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്തോ കാര്യം ചോദിച്ചപ്പോൾ ബേബി പെട്ടെന്ന് ചിരിച്ചു. അപ്പോൾ ഇത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ എനിക്കറിയാം ബേബി എപ്പോൾ ചിരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു കാൽക്കുലേഷനിൽ നോക്കിയിരുന്നിട്ട് അത് നാച്ചുറലി അത് നമ്മളവിടുന്ന് അവരറിയാതെയൊക്കെ അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മളിത് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ അവരെ കംഫർട്ടബിളാക്കി, അവരെ പാമ്പർ ചെയ്തു, കെയർ ചെയ്തു ഒക്കെയാണ് ആ സീൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത്രയും നല്ലൊരു റിയാക്ഷൻ മലയാള സിനിമയിൽ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ നിവിൻ ഉണ്ട്. അപ്പോൾ നിവിൻ വളരെ ക്ഷമയോടുകൂടി അത് എൻജോയ് ചെയ്ത്, അവരുടെ പെർഫോമൻസ് എൻജോയ് ചെയ്ത്, അവരെ കംഫർട്ടബിൾ ആക്കിയിട്ടൊക്കെ ഒരു സൈഡിൽ നിന്ന് നിവിൻ്റെ സപ്പോർട്ടുണ്ട്, ഒരു സൈഡിൽ നിന്ന് ഫുൾ യൂണിറ്റ് ഇത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജോജു കൊണ്ട് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ സീനും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പ്രോസസ്സിലൂടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ടൈം ടേക്കിംഗ് ഒരു പരിപാടിയായിരുന്നു മൊത്തത്തിൽ. സിനിമയുടെ ഷൂട്ട് മുഴുവനും പുതിയ ആളുകൾ, പിന്നെ സിങ് സൗണ്ട് ആയിരുന്നു. ഞങ്ങൾ ഇതുപോലുള്ള ആർട്ടിസ്റ്റുകളെ എടുത്തുകൊണ്ടാണ് സിങ് സൗണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഒരു പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന നാച്ചുറലായിട്ടുള്ള ഒരു സൗണ്ടിങ്, അല്ലെങ്കിൽ അവരുടെ എക്സ്പ്രഷൻ, അല്ലെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ഡബ് ചെയ്യുമ്പോൾ ഇത് മിസ്സായാലോ എന്ന് ഭയന്നിട്ട് നമ്മളത് സിങ് സൗണ്ട് ചെയ്തു. അപ്പോൾ റീപ്രൊഡ്യൂസ് ചെയ്യാൻ അപ്പോൾ നമുക്കത് അതിൻ്റെ ഒരു എളുപ്പമുണ്ടായിരുന്നു, സിങ് സൗണ്ടിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. പക്ഷേ സുരേഷ് എന്ന് പറയുന്ന ആക്ടർ പോലീസ് സ്റ്റേഷന് അകത്ത് സിങ് സൗണ്ട് ആയിരുന്നു, പക്ഷേ ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്തപ്പോൾ സിങ് സൗണ്ട് ആയിരുന്നില്ല. പക്ഷേ സുരേഷ് ഡബ് ചെയ്തപ്പോഴും ഇതേ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. നല്ല ടൈമിങ്ങിൽ തന്നെ സുരേഷ് പെർഫോം ചെയ്തു. സുരേഷ് ഇതിനു മുൻപ് സിനിമയിൽ ആക്ട് ചെയ്തോ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആളാണ്. സുരേഷിന് ക്യാമറയുടെ മുന്നിൽ ഉള്ള ഒരു എക്സ്പീരിയൻസ്, മുന്നിലോ പിന്നിലോ അല്ലല്ല, സുരേഷ് അവിടുത്തെ ഒരു ചുമട്ട് തൊഴിലാളിയാണ് തിരുവനന്തപുരത്ത്. ഇല്ലില്ല, സുരേഷിന് ഞാനിതുപോലെ ആ ഓഡിഷൻ കോളിനകത്ത് ഞാൻ എഴുതിയിരിക്കുന്ന അനുസരിച്ച് എൻ്റെ ഫ്രണ്ട് ഇയാൾ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. ഇത് ഇങ്ങനെ ഒരാളുണ്ട്,
ഒന്ന് നോക്കി നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അയാൾ വീഡിയോ കണ്ടപ്പോൾ വളരെ രസകരമായിട്ട് തോന്നിയിട്ട് അയാൾ വിളിപ്പിക്കുകയും അതിനുശേഷം സുരേഷിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സീനൊക്കെ സുരേഷ് നല്ല ടൈമിങ്ങിൽ സുരേഷ് ചെയ്യുന്നു, യാതൊരു ഇൻഹിബിഷനും ഇല്ലാതെ. അപ്പോൾ സുരേഷ് പെർഫോമറാണെന്ന് എനിക്ക് സുരേഷിൻ്റെ അടുത്തൊരു 10 മിനിറ്റ് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നീട് നമ്മൾ ഷൂട്ട് തീരുമാനിച്ച ശേഷം ക്യാമറ വെച്ചിട്ടും ഈ ക്രൗഡിൻ്റെ മുന്നിലൊക്കെ സുരേഷ് ഈ ഒരു വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് പെർഫോം ചെയ്തു എന്നുള്ളതാണ്. ഒരു ഒന്നാം തരം ഒരു എക്സലൻറ്റ് ടൈമിംഗ് ഉള്ള നല്ല സെൻസുള്ളൊരു മനുഷ്യനാണ് സുരേഷ്. അപ്പോൾ അയാളൊരു ഉഗ്രൻ ആർട്ടിസ്റ്റാണ്.